നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ 5000 കോടിയുടെ ക്രമക്കേടാണ് അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. സാം പിത്രോഡയുടെ പേരും കുറ്റപത്രത്തിലുണ്ട്. ന്യൂഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 25-ന് കേസ് കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഈ കേസ് നല്ല രീതിയിൽ നടന്നാൽ രാഹുലും സോണിയയും അടക്കമുള്ളവർ ജയിലിൽ പോകുമെന്നാണ് കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന സുബ്രഹ്മണ്യ സ്വാമിയും BJP നേതാക്കളും പറയുന്നത്. എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും EDയെ ഉപയോഗിച്ച് തങ്ങളെ വേട്ടയാടുകയാണ് എന്നുമാണ് പപ്പുമോനും മദാമയും ആരോപിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ യങ് ഇന്ത്യൻ എന്ന കമ്പനി വഴി തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തി എന്നതാണ് കേസിലെ പ്രധാനപ്പെട്ട ആരോപണം. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും നേരത്തെ തന്നെ ED ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നാഷണൽ ഹെറാൾഡിന്റെ 661 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ED ആരംഭിച്ചു. കോൺഗ്രസിന്റെ ചരിത്രം പോലെ തന്നെ അധികാര വടംവലിയുടെയും ഗ്രൂപ്പിസത്തിന്റെയും ചരിത്രമാണ് നാഷണൽ ഹെറാൾഡിന്റേതും. ഇന്ദിരാകാലത്തെ വ്യക്തിപൂജയും അടിയന്തരാവസ്ഥ കാലത്തെ പ്രശ്നങ്ങളും ഒക്കെ നേരത്തെയും ചർച്ചയായതാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 30 വർഷം തുടർച്ചയായി എഡിറ്ററായിരുന്ന ചലപതി റാവുവിനെ പുറത്താക്കി സഞ്ജയ് ഗാന്ധിയുടെ ശിങ്കിടിയായ കുപ്രസിദ്ധനായ യശ്പാൽ കപൂർ പത്രത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തതുമെല്ലാം ചരിത്രം തന്നെ. പത്രം നിന്നെങ്കിലും രാജ്യത്തിന്റെ കണ്ണായ ഭാഗത്തായി അവർക്ക് കോടികളുടെ സ്വത്തുണ്ടായിരുന്നു. ഇത് സ്വന്തമാക്കാൻ ഗാന്ധി കുടുംബം ഗൂഢാലോചന നടത്തിയെന്നാണ് ED കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത്. ആറാം തമ്പുരാൻ സിനിമയിലെ കുളപ്പുള്ളി അപ്പനും ഭാര്യയും സഹോദരനുമുള്ള ഒരു ട്രസ്റ്റ് പോലെ ഒരു കമ്പനി തട്ടിക്കൂട്ടുകയാണ് അവർ അതിന് ചെയ്തത്. ഒരൊറ്റ രാത്രി കൊണ്ട് 2000 കോടിയുടെ ആസ്തിയുള്ള പത്രസ്ഥാപനവും അനുബന്ധ സ്വത്തുക്കളും സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും യങ് ഇന്ത്യ കമ്പനി എന്ന കമ്പനി രൂപീകരിച്ച് ഏറ്റെടുക്കുകയായിരുന്നു. കമ്പനിയുടെ ബാലൻസ്ഡ് ഷീറ്റിൽ 2000 കോടി വില വരുന്ന സ്ഥാപനത്തിന്റെ ഭൂസ്വത്ത് മറച്ചുവെച്ചാണ് ഈ തട്ടിപ്പിന് കളമൊരുക്കിയത്. ഇവർക്കും ചേർന്ന് 38% ഷെയർ. വിശ്വസ്തനായ മോത്തിലാൽ വോറയ്ക്ക് 12% ഷെയർ. കുടുംബ സുഹൃത്തുക്കളായ സുമൻ ദുബൈ, സാം പിഡോഡ്ര എന്നിവരെയും ഓഹരി നൽകി പുതിയ കമ്പനിയുടെ ഡയറക്ടർമാരാക്കി. അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ച് ഈ കമ്പനി ഡയറക്ടർമാർ ഒത്തുകൂടി ഒരു പ്രമേയം പാസാക്കി. അസോസിയേറ്റഡ് ജേണൽ കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കാനുള്ള 90 കോടി രൂപ പുതിയ കമ്പനിയായ യങ് ഇന്ത്യ 50 ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുക്കുന്നു. കാലാകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി കടമായി സ്ഥാപനത്തിന് പണം നൽകിയത് 90 കോടി വരും. ഇത് തന്നെ നിയമവിരുദ്ധമാണ്. ഇന്ത്യയിലെ നിയമപ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതെങ്കിലും കമ്പനികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ കടം നൽകാൻ കഴിയില്ല. നിയമമനുസരിച്ച് സംഭാവന സ്വീകരിക്കാം, കടം കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ല. അന്ന് കോൺഗ്രസ് പാർട്ടി ഖജാൻജിയായിരുന്ന മോത്തിലാൽ വോറയായിരുന്നു അസോസിയേറ്റഡ് ജേണലിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. ഈ ഏറ്റെടുക്കലും കോടതിയിൽ പൊട്ടി. വിചിത്രമായ ഈ പ്രമേയം വായിച്ച ജഡ്ജിമാർ ചോദിച്ചു, 90 കോടി രൂപയുടെ കടം എങ്ങനെയാണ് 50 ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുക്കുക? സോണിയയുടെയും രാഹുലിന്റെയും വക്കീലന്മാരായ കപിൽ സിബലും അഭിഷേക് സിംഗ്വിയും ഈ ചോദ്യത്തിന് ഉത്തരമില്ലാതെ തപ്പിപ്പോയി എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.